ഇഷ്ടി യോഗത്തിന്റെ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് യജ്ഞപുരുഷൻ വന്നിട്ട് എന്ത് കൊടുത്തു? ഇവിടെ പായസമൊക്കെ കൊടുത്തു. ശ്രീരാമചന്ദ്ര ഭഗവാൻ വന്നു, ഭരത ശത്രുഘ്നന്മാര് വന്നു. ഭഗവാൻ അവതാരം എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? ഭഗവാന്റെ പാർഷദന്മാരെല്ലാ പേരും തന്നെ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് വന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ അതിനുശേഷം ആ വന്ന ഓരോരുത്തരെയും കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? രാമായണത്തില് പറയുന്നുണ്ട് അല്ലെ. ബാലി, സുഗ്രീവൻ, അതുപോലെ തന്നെ എന്താണ് ഓരോരുത്തരും ആ രാമായണത്തിലുള്ള ഓരോ കഥാപാത്രങ്ങളെയും എടുത്തെടുത്ത് ബാലകാണ്ഡത്തില് എന്ത് ചെയ്യുന്നുണ്ട്? വിവരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും. അപ്പൊ ഇവിടെ രാമലക്ഷ്മണന്മാര് വന്നിട്ട് ആയോധനാഭ്യാസം എല്ലാം ചെയ്തു. ആയോധനാഭ്യാസം എല്ലാം ചെയ്തിട്ട് നിൽക്കുന്ന സമയം വിശ്വാമിത്രൻ, ആരാ വിശ്വാമിത്രൻ എന്ന് പറയുന്നത്? വിശ്വത്തിന്റെ മിത്രം അല്ലെ. വിശ്വത്തിന്റെ മിത്രമായിട്ടുള്ള വിശ്വാമിത്ര മുനി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കഴിഞ്ഞിരുന്ന ദശരഥ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു അല്ലെ. വരുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാവും. അവിടെ വിശ്വാമിത്ര മഹർഷി വന്നു. എന്തിനു വേണ്ടിയിട്ടാ? തസ്യ ചിന്തയമാനസ്യ മന്ത്രി മധ്യേ മഹാത്മനാം അഭ്യാഗച്ഛൻ മഹാതേജാം വിശ്വാമിത്രോ മഹാമുനി സരാജ്ഞോ ദർശനാകാംക്ഷി ദ്വാരദ്യാക്ഷാനുവാചാം ശീഘ്രമാഖ്യാതമാം പ്രാപ്തം കൗശികം ഗാധിനാസുതം അല്ലെ. വിശ്വാമിത്രൻ മഹാമുനിയാണ്. പെട്ടെന്ന് തന്നെ കോപിക്കും, ശപിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യും? വിശ്വാമിത്ര മുനിയോട് വളരെ മര്യാദയ്ക്ക് വളരെ സ്നേഹത്തോട് കൂടിയിട്ടൊക്കെയാണ് പെരുമാറുന്നത് അല്ലെ. അങ്ങനെ ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മുനി വന്ന സമയത്ത് തന്റെ മന്ത്രിമാരെ എല്ലാ പേരോടൊപ്പം എന്ത് ചെയ്തു? വിശ്വാമിത്ര മുനി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു, അദ്ദേഹത്തെ സ്വീകരിച്ചു അല്ലെ. രാജാവും മന്ത്രിമാരും പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി വന്നിട്ട് വിശ്വാമിത്ര മഹർഷി എന്ത് ചെയ്യാം? വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് സ്വീകരിച്ചിരുത്തി. വസിഷ്ഠനും അതുപോലെ തന്നെ വാമദേവൻ, വിശ്വാമിത്രനും ഒക്കെ അപ്പോഴേക്കും എന്താണ്? ഗുരുക്കന്മാരായിരിക്കണം എന്ന ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ദശരഥ രാജാവിനുണ്ടായിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ ഓരോരുത്തരായിട്ട് വരിക. അപ്പൊ ഇവരൊക്കെ രാജഗുരുക്കന്മാരായിരിക്കണം എന്ന ഒരു ആഗ്രഹം ദശരഥ മഹാരാജാവിനുണ്ടായിരുന്നു. അങ്ങനെ ഗുരുക്കന്മാരെ കുറിച്ചിട്ടൊക്കെ തന്നെ രാജാവിനറിയാം. അപ്പോ എത്ര തപസ്സികൾ രാജാവിന് ഉപദേശം കൊടുക്കാനായിട്ട് ഒരു രാജ്യത്തുണ്ടോ അത്രയും ധാർമ്മികമായിട്ട് ആ രാജ്യം വളരും എന്നാ പറയണം അല്ലെ. രാജാവിന്റെ ഉപദേശ സംഘത്തിലുള്ളവരൊക്കെ തന്നെ എങ്ങനെയായിരിക്കണം? താപസികളായിരിക്കണം അല്ലെ. ധർമ്മം അറിയുന്നവരായിരിക്കണം, ഈശ്വര വിശ്വാസികളായിരിക്കണം. അങ്ങനെയുള്ളവര് രാജാവിന് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു, പശു എങ്ങനെയാണോ ചെവിയിലേക്ക് ആണ്ടുപോകുന്നത് അതുപോലെ എന്ത് ചെയ്യും? രാജ്യവും അധപ്പതിച്ചു പോകുന്ന പറയണേ. അപ്പോ ഒരു ചെറിയ ഒരു പ്രശ്നത്താല് വിശ്വാമിത്ര മഹർഷി വസിഷ്ഠ മുനിയുമായിട്ട് പിണങ്ങിപ്പോയി പണ്ട് അല്ലെ. 300 വർഷങ്ങൾക്ക് മുമ്പ് തപസ് ചെയ്ത് രാജർഷിയായി, പിന്നെയും കാലങ്ങളോളം തപസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മർഷിയായിട്ട് ആര് മാറി? വിശ്വാമിത്ര മഹർഷി മാറി. അപ്പോ വസിഷ്ഠ മുനി ദശരഥന്റെ കൂടെ ഉള്ളത് കൊണ്ട് വിശ്വാമിത്ര മുനി അവിടേക്ക് ഒരിക്കലും വരില്ല എന്ന് ആര് കരുതിയത്? ദശരഥ മഹാരാജാവ് കരുതിയത്. പക്ഷേ ആ സമയം വിശ്വാമിത്രൻ വന്നത് കൊണ്ട് എന്ത് ചെയ്തു? ദശരഥ മഹാരാജാവിന് ഭയങ്കര സന്തോഷമാണ് അല്ലെ. ഇപ്പൊ വസിഷ്ഠ മുനിയായിട്ട് പിണക്കത്തിൽ ഇരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യില്ല? വിശ്വാമിത്രൻ വരില്ല എന്നൊക്കെ ദശരഥൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് ആര് വന്നത്? ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്രൻ വന്നപ്പോ ദശരഥ മഹാരാജാവിന് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അപ്പോ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, എനിക്കൊരു ആവശ്യമുണ്ട് അല്ലെ. നീ അത് തരും എന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ അല്ലെ. എനിക്കൊരു ആവശ്യമുണ്ട്, നീ അത് തരും എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ചോദിക്കൂ എന്ന് പറഞ്ഞ നമ്മുടെ അടുക്കലൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ, നീ തൽക്കാലം അത് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയും അല്ലെ. നമ്മൾ ആരെങ്കിലും സമ്മതിക്കൂ? നീ അത് തരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയൂ, നീ ഏത് വഴിയാ വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ട്, നീ അതേ വഴി പൊയ്ക്കോ എന്ന് പറയും അല്ലെ. ഇവിടെ വിശ്വാമിത്ര മഹർഷിയുടെ അടുക്കൽ അത് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോ ഉറപ്പ് പറഞ്ഞാൽ മാത്രമേ ഞാൻ ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോ ദശരഥ മഹാരാജാവ് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനത് തരും അല്ലെ, നീ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ വിശ്വാമിത്രൻ പറഞ്ഞു, ചില അത്ഭുത സിദ്ധികൾ നേടുന്നതിനായിട്ട് ഞാൻ ചില യജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ യജ്ഞങ്ങൾ പൂർണ്ണമാക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം 2 രാക്ഷസന്മാർ ഈ യജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ആ യജ്ഞകുണ്ഡത്തിലേക്ക് മാംസങ്ങളൊക്കെ കൊണ്ടുവന്നിടും. മാംസങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് ആ യജ്ഞത്തെ പൂർണ്ണമാക്കാനായിട്ട് എന്ത് ചെയ്യില്ല? സമ്മതിക്കില്ല എന്ന് പറയുന്നു. പല തവണയായിട്ട് ഈ വിഘ്നം നടന്നുകൊണ്ടിരിക്കുകയാ.
താടകയുടെ പുത്രന്മാരായിട്ടുള്ള മാരീചനും സുബാഹുമാണ് ആ രാക്ഷസന്മാര് എന്ന് ആര് പറഞ്ഞു? ഇവിടെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. അല്ലെ, അപ്പൊ അവര് വളരെ ശക്തിശാലികളാ. യജ്ഞത്തിന് വ്രതം നോക്കുന്നത് കൊണ്ട് എനിക്ക് എന്റെ ക്രോധം കൊണ്ട് അവരെ ശപിക്കാനൊന്നും പറ്റത്തില്ല. അല്ലെ, യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് താമസിയായിട്ട് സാത്വിക ഗുണത്തിൽ ഇരിക്കണ്ടേ? അപ്പൊ വരുന്നവരെ ശപിച്ച് ഭസ്മമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുടെ പുത്രനായ രാജപുത്രന്മാരായിട്ടുള്ള പരാക്രമികളായിട്ടുള്ള രാമനെയും ലക്ഷ്മണനെയും എന്റെ കൂടെ അയക്കണം എന്ന് പറയുന്ന ആവശ്യമാണ് ആര് പറയുന്നത്? ഇവിടെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ദശരഥൻ എന്ത് ചെയ്തു? ബോധരഹിതനായിട്ട് വീണുപോയി. കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ ചോദിച്ച ചോദ്യം കേട്ട് എത്രയോ വർഷം കാത്തിരുന്നിട്ടാ ഇങ്ങനെ ഒരു പുത്രന്മാരെ കിട്ടിയത്. അത് പുത്രകാമേഷ്ടി ഋഷ്യശൃംഖനെയൊക്കെ കൊണ്ടുവന്ന കഥയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പോലും ചോദിക്കില്ല. അല്ലേ? ആ ചോദ്യമാണ് വിശ്വാമിത്രൻ ചോദിച്ചത്. ഇത് കേട്ടപ്പോ ദശരഥ മഹർഷി എന്ത് ചെയ്തു? ബോധം കെട്ട് വീണു. ബോധം വീണ സമയത്ത് എന്ത് ചെയ്തു? ദശരഥനോട് വിശ്വാമിത്രൻ പറഞ്ഞു, നീ തന്ന വാക്ക് നീ പാലിക്കണം. അല്ലെ, കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവന്നാക്കിക്കോളാം. ദശരഥൻ ചോദിച്ചു, രാമൻ കുട്ടിയല്ലേ, അവനെയൊക്കെ ഈ അസുരന്മാരെ കൊല്ലാൻ കഴിയോ? അപ്പോ രാമന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള താപസികൾക്കേ അറിയൂ. അല്ലെ, വിശ്വാമിത്ര മഹർഷി പറയാ, നീ അച്ഛനായിട്ടിരിക്കുന്നതുകൊണ്ട് നിനക്ക് അറിയാൻ പറ്റില്ല. രാമന്റെ ശക്തി താപസികളായിട്ടുള്ള എന്നെ പോലെയുള്ളവർക്ക് അറിയാൻ പറ്റും. ബ്രഹ്മർഷിയല്ലേ വസിഷ്ഠൻ, എതിരഭിപ്രായം ഇതിലുണ്ടാവില്ല. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ വസിഷ്ഠന്റെ കൂടെ കൂടി എന്ത് ചെയ്യാം, ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ദശരഥൻ ഹൃദയവേദനയോട് കൂടിയിട്ട് പറഞ്ഞു, 16 വയസ്സ് പോലും പ്രായം തികയാത്ത കുട്ടിയാണ് രാമൻ. അല്ലെ, അതുകൊണ്ട് രാത്രിയിലാണ് രാക്ഷസന്മാർക്ക് കൂടുതൽ ശക്തി. അതുകൊണ്ട് അവനെ കൊണ്ടുപോകുമ്പോ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇല്ലേ? അപ്പൊ ഇന്നൊക്കെ ആണെങ്കിലോ പ്രഭുവാണ് ദശരഥ മഹാരാജാവായിട്ട് ഇരിക്കുന്നതെങ്കിൽ വസിഷ്ഠ മുനി വന്ന് വിശ്വാമിത്ര മഹർഷി വന്ന് വിളിച്ചു കഴിഞ്ഞാൽ രാമനെ കൂടെ വിടും? വിടില്ല. അമ്മയാണെങ്കിൽ വിടും. വിശ്വാമിത്രനല്ലേ കുഴപ്പമില്ല, എന്ത് വന്നു കഴിഞ്ഞാലും വരുന്നവൻ ഭസ്മമാവെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്തു? 16 വയസ്സ് പോലും പ്രായം തികഞ്ഞിട്ടില്ല. രാത്രിയായി രാക്ഷസന്മാർക്ക് കൂടുതൽ ശക്തി. അല്ലെ, രാജീവലോചനായിട്ടുള്ള രാമൻ കുട്ടിയല്ലേ? അല്ലെ, രാത്രിയിൽ ഉറങ്ങില്ലേ? പൂർണ്ണസജ്ജമായ അക്ഷൗഹിണി പടയോടൊപ്പം ഞാൻ തന്നെ വന്ന രാക്ഷസന്മാരെ നിഗ്രഹിച്ചാൽ പോരെ എന്നൊക്കെ ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ്. അല്ലെ, അപ്പൊ മഹാബലശാലിയായ രാവണനും ഈ വനാന്തരത്തിലുണ്ട്. ഈ രാക്ഷസന്മാര് രാവണന്റെ അനുചരന്മാരായിരിക്കും. ഈ രാക്ഷസന്മാരെ യജ്ഞം മുടക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരാമെന്ന് ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. വിശ്വാമിത്രന്റെ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങി. അല്ലെ, ഇനിയിപ്പോ ഞാൻ രാമനെ കൊണ്ടുപോകാൻ വന്നപ്പോഴത്തെ അക്ഷൗഹിണി പടയും അല്ലെ അയ്യോ അമ്പും വില്ലും എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ദശരഥ വരാന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് ഇറങ്ങാൻ പോയപ്പോ, നീ എനിക്ക് തന്നത് മിഥ്യാപ്രതിജ്ഞയാണ് എന്ന് പറഞ്ഞു തുടങ്ങി. അല്ലെ, അപ്പൊ വിശ്വാമിത്രന്റെ കാൽപാദം ഞെരിഞ്ഞമർന്ന് ഭൂമിദേവി തന്നെ ഭയന്നു തുടങ്ങി എന്നാ പറയുന്നത്. അല്ലെ, ഈ ദശരഥൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ വിശ്വാമിത്ര മഹർഷി കാലുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, തറയിൽ ഇങ്ങനെ അമർത്തി ചവിട്ടുക. അല്ലെ, ആ ഭൂമിദേവി തന്നെ അമർന്നു പോയി. ആ ദേഷ്യം ശാപം വരാൻ തുടങ്ങുക. ഉടൻ വസിഷ്ഠൻ പറഞ്ഞു, വിശ്വാമിത്രനെ പിണക്കുന്നത് നല്ലതല്ല. വിശ്വാമിത്രൻ എല്ലാ അസ്ത്രശസ്ത്രങ്ങളും അറിയുന്ന ബ്രഹ്മർഷിയിൽ മഹായോഗിയാണ്. അതുകൊണ്ട് നീ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. രാമനെ ആരുടെ കൂടെ വിട്ടോ? വിശ്വാമിത്രന്റെ കൂടെ വിട്ടോളാൻ പറഞ്ഞു. അല്ലെ, കുറച്ച് ദിവസത്തേക്കല്ലേ, സംശയമൊന്നും വേണ്ട, ഒരു പ്രശ്നവുമില്ല. ഗുരുവിന്റെ വാക്ക് കേട്ടിട്ട് തന്റെ പുത്രനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ വിടാനായിട്ട് ആര് തീരുമാനിച്ചു? ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു. അപ്പൊ ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞത്, വിശ്വാമിത്രന്റെ കൂടെ വിടാനായിട്ട് ദശരഥ മഹാരാജാവിന് ഇഷ്ടമുണ്ടായിരുന്നോ? ഇല്ല. അല്ലെ, ആര് പറഞ്ഞിട്ടാ ഇപ്പൊ വിടുന്നേ? വസിഷ്ഠ മഹർഷി പറഞ്ഞിട്ടാ വിടുന്നത്. അപ്പൊ ഈ ഒരു കാണ്ഡത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഗുണപാഠം എന്താണ്? തന്റെ പുത്രനോട് ആസക്തി ഉണ്ടായിരുന്നിട്ട് കൂടി തന്റെ ഗുരുവിന്റെ നിർദ്ദേശത്തെ ശിരസാ വഹിക്കുന്നതാണ് ഒരു ഉത്തമനായ വ്യക്തിയുടെ കടമ എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ നമുക്ക് എല്ലാം തന്നെ നമ്മൾ പറയണം, നമ്മൾ 16 മാല ജപിക്കണം, ഏകാദശി വ്രതം എടുക്കണം, ഭഗവാന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മളും ഒരു ഉത്തമനായിട്ടുള്ള ഗുരുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദീക്ഷ സ്വീകരിക്കണം. അല്ലെ, അങ്ങനെ ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആത്മീയ പാതയിലുള്ള പുരോഗതി നമുക്ക് സാധ്യമാകൂ എന്ന് എന്താണ് നമ്മുടെ വേദഗ്രന്ഥങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഗുരുവാക്യങ്ങൾ അനുസരിക്കുകയേ വേണ്ട. അത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികമായ പുരോഗതിക്ക് എന്ത് ചെയ്യും? നമുക്ക് വഴികാട്ടി തരും എന്നാ പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദിശന്തി ജ്ഞാനം ജ്ഞാനിനാ തത്വദർശിനാം. ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ച്
സത്യത്തെ അറിയുവാൻ ശ്രമിക്കണം, അദ്ദേഹത്തെ കുറിച്ച് അറിയണം, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയണം, അല്ലെ? അപ്പോ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയാകയാൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനോപദേശം നൽകാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുമെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, അല്ലെ? അപ്പോ നമുക്കറിയാം, ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന, ഭഗവാനിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ജ്ഞാനം എന്ത് ചെയ്യുക, ബ്രഹ്മദേവനിലൂടെ നാരദ മഹർഷിയിലൂടെ ഇങ്ങനെ വന്ന് അവസാനം എന്ത് ചെയ്യും, നമ്മുടെ ഗുരു മഹാരാജിൽ എത്തി നിൽക്കുന്ന ആ ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, യഥാർത്ഥ ജ്ഞാനം മനസ്സിലാക്കുവാനായിട്ട് എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ ഇവിടെ സാന്ദീപനി മുനി കൃഷ്ണന്റെ ഗുരുവാണ്, അല്ലെ? ആ ഗുരുവിൽ നിന്ന് ബ്രഹ്മസമ്പ്രദായത്തിൽ വരുന്ന രണ്ട് ഗോസ്വാമിമാരാണ്, എന്ത്, നമ്മുടെ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, അല്ലെ? അവരൊക്കെ പറയുന്നുണ്ട്, ആധ്യാത്മിക ഗുരുവിലൂടെയുള്ള ജ്ഞാനം മാത്രമേ എന്ത് ചെയ്യൂ, നമ്മുടെ ആത്മീയ പുരോഗതിയിലേക്ക് നമ്മളെ വഴിപിടിച്ചുയർത്തുകയുള്ളൂ എന്ന് പറയുന്നു, അല്ലെ? ശ്രുതി സ്മൃതി പുരാണാദി പാഞ്ചരാത്ര വിധിംബിനാം ഐകാന്തിക ഹരേ ഭക്തി രൂപാദൈവ കൽപ്പതേ. ദൈവത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രുതി വേദങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാ പറയുക. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം എന്ത് ചെയ്തു, രാമനും ലക്ഷ്മണനും കൂടി അവിടെ നിന്ന് പോയി, അല്ലെ? അപ്പൊ ബ്രഹ്മ മുഹൂർത്തം ആരംഭിച്ചു. വിശ്വാമിത്രനോടൊപ്പം പോയ രാമനെ വിശ്വാമിത്രൻ എഴുന്നേൽപ്പിക്കുക. വിശ്വാമിത്രന്റെ കൂടെ പോയ രാമനെ എങ്ങനെയാ വിശ്വാമിത്ര മഹർഷി എഴുന്നേൽപ്പിച്ചേ? ആർക്ക് പറയാം? ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാ വിശ്വാമിത്ര മഹർഷി എഴുന്നേൽപ്പിക്കുന്നു. അത് ഇന്നും നമ്മൾ രാവിലെ കേൾക്കും. കൗസല്യ സുപ്രജാ പൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാചൂല കർത്തവ്യം പ്രണവമാങ്കിതം. ഇതേ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ. കളിയും മന്ത്രജപവും എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, രാവിലെ എഴുന്നേറ്റിട്ട് അവരൊരു വനത്തിലെത്തി. രാമചന്ദ്ര ഭഗവാൻ വിശ്വാമിത്രനോട് ചോദിച്ചു, എന്താ ഇവിടം ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്ന എന്ന് ചോദിച്ചു. ഒരു സ്ഥലം കണ്ടപ്പോ അവിടെ ഒന്നുമില്ല, തരിശായിട്ട് കിടക്കാം. അപ്പൊ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഇത് കാമാശ്രമം എന്ന് പറയുന്ന കാമ്യവനമാണ്. ആ വനത്തിലാണ് പണ്ട് കാമദേവൻ വെന്നീറായ സ്ഥലം, അല്ലെ? മഹാദേവൻ തപസ് ചെയ്യുന്ന സമയത്ത് മഹാദേവനെ പരീക്ഷിക്കാനായിട്ട് കാമദേവൻ തന്റെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു, അല്ലെ? ദേഷ്യം കൊണ്ട് ഉണർന്ന മഹാദേവൻ എന്ത് ചെയ്തു, കാമദേവനെ ഭസ്മമാക്കി. അങ്ങനെ ഇവിടെ ഒരുപാട് സന്യാസിമാരും യോഗികളും ഒക്കെ ചേർന്നിട്ട് ഇവിടെ ഒരു ആശ്രമം ഉണ്ടായി. എല്ലാ ധർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന മുനിമാരുടെ കൂട്ടമാണ് ഇവിടെ കാണപ്പെടുന്നത്, അല്ലെ? നമുക്ക് ഈ ഒരു ആശ്രമത്തിൽ നിന്ന് താമസിക്കാം എന്ന് പറഞ്ഞിട്ട് വിശ്വാമിത്ര മഹർഷി രാമനെയും കൊണ്ടിട്ട് എന്ത് ചെയ്യണം, ആ ആശ്രമത്തിലേക്ക് ചെല്ലുക. അടുത്ത ദിവസം അവിടെ നിന്ന്, എവിടെയാ ഇന്ന് താമസിക്കുന്നത്? കാമ്യവനം, അല്ലെ? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം താടകാവനത്തിലേക്ക് എത്തി, അല്ലെ? താടക എന്ന് പറയുന്ന രാക്ഷസി അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക. അവിടെ കേൾക്കുന്നത് ഗംഗയും സരയൂ നദിയും തമ്മിൽ ചേരുന്ന ശബ്ദമാണ് എന്നൊക്കെ വിശ്വാമിത്രം പറഞ്ഞു. ഭയങ്കര ആർത്തിരമ്പുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് പറയാം, ഇത് ഗംഗയും സരയും കൂടി കൂടിച്ചേരുന്നിടത്തുള്ള ശബ്ദമാണ്. അങ്ങനെ അവിടെ ഘോരമായിട്ട് കാണപ്പെട്ട ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് വിശ്വാമിത്രം പറഞ്ഞു, അത് ദേവനിർമ്മിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണപ്പെടുന്നത്. ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരുന്നു അത്. ഇഷ്ടമനുസരിച്ചിട്ട് രൂപം മാറാൻ കഴിവുള്ള താടക എന്ന് പറയുന്ന രാക്ഷസി അവളുടെ മക്കളായിട്ടുള്ള മാരീചനും സുബാഹുവും ഒത്തിട്ട് ഇവിടെ ഇങ്ങനെ ആക്കി മാറ്റി എന്ന് പറഞ്ഞു, അല്ലെ? ആ സ്ഥലത്ത് നശിപ്പിച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. അങ്ങനെ അവിടെ മഹാതപസ്യായിട്ടുള്ള ഒരു താപസി ഉണ്ടായിരുന്നു, സുകേതു. ആ സുകേതുവിന് മക്കളില്ലാത്തത് കൊണ്ട് ഒരു കുട്ടിക്കായിട്ട് എന്ത് ചെയ്തു, കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോ തപസ്സിനൊടുവില് 1000 ആനയുടെ ശക്തിയുള്ള ഒരു പെൺകുട്ടിയെ ലഭിച്ചു എന്നാ പറയുന്നത്, അല്ലെ? ആ 1000 ആനയുടെ ശക്തിയുള്ള ആ പെൺകുട്ടിയുടെ പേരെന്താണെന്നറിയാമോ? താടക, അല്ലെ? അതാണ് താടക എന്ന് പറയുന്നത്. അപ്പോ ഇവൾ കല്യാണം കഴിച്ചത് സുന്ദൻ എന്ന് പറയുന്ന ഒരു യക്ഷനെ ആയിരുന്നു. അഗസ്ത്യമുനിയുടെ ശാപം കാരണം എന്ത് ചെയ്തു, സുന്ദൻ മരിച്ചുപോയി. അങ്ങനെ കോപിഷ്ഠനായിട്ടുള്ള താടക എന്ത് ചെയ്തു, അഗസ്ത്യമുനിയെ വധിക്കാനായിട്ട് ഒരുങ്ങി. അങ്ങനെ അഗസ്ത്യൻ താടകയെയും മകനായ സുബാഹുവിനെയും ശപിച്ചു, അല്ലെ? സുബാഹു ഒരു രാക്ഷസനായിട്ട് പോകട്ടെ, താടക വിരൂപിയായിട്ടുള്ള ഒരു രാക്ഷസിയായിട്ട് മാറട്ടെ എന്നൊക്കെ ആരെ ശപിക്കുന്നത്? അഗസ്ത്യമുനിയെ ശപിക്കുന്നത്. താടക യഥാർത്ഥത്തിൽ സുന്ദരിയായിരുന്നു കേട്ടോ. അങ്ങനെ അഗസ്ത്യനെ വധിക്കണമെന്നായിരുന്നു താടകയ്ക്ക്. എന്നാൽ അഗസ്ത്യനെ കണ്ടപ്പോൾ താടകയ്ക്ക് ഉള്ളില് കാമം വന്നു. അത് തീർക്കുന്നതിനായിട്ട് വിവസ്ത്രയായിട്ട് മുനിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അപ്പൊ ദേഷ്യം കൊണ്ട് മുനി ശപിക്കാൻ വീണ്ടും എന്താണ്, കോപാന്തയായിട്ടുള്ള താടക ഈ മുനിമാരുടെ ആശ്രമത്തിലെല്ലാം വന്ന് മക്കളുമൊത്ത് അവരെയെല്ലാം ഉപദ്രവിച്ചു, അല്ലെ? മുനിമാരെയെല്ലാം വധിച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് ആര്, ഈ മുനിമാരോടുള്ള ഈ ശാപം എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വാമിത്രൻ പറഞ്ഞു,
ഹേ രാമ, എന്തായാലും നീ അവളെ വധിക്കണം, അല്ലെ? ഇല്ലെങ്കിൽ ഒരു രക്ഷയിൽ അവളെ വധിച്ചേ പറ്റൂ. എന്റെ അച്ഛൻ പറഞ്ഞത് അങ്ങയെ സേവിക്കണമെന്നാണ്. രാമൻ പറയുക, അല്ലെ? അന്നു മുതലേ പിതൃവാക്യ പരിപാലനം. നീ കാട്ടിപ്പോവാൻ പറഞ്ഞത് മാത്രമല്ല രാമൻ കേട്ടത്, അല്ലെ? വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ചെന്നിട്ട് അദ്ദേഹത്തെ സേവിക്കണമെന്ന് പറഞ്ഞ ആ ഒരു ആജ്ഞ പോലും എന്ത് ചെയ്യുക ഇവിടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ശിരസ വഹിക്കുക. അദ്ദേഹം പറഞ്ഞു, അല്ലയോ മഹർഷി, അങ്ങ് എന്നോട് എന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്താ? അങ്ങയെ സേവിക്കണം എന്നതാണ്. എന്താണോ എന്റെ അച്ഛൻ പറഞ്ഞത് ഞാൻ അതുപോലെ അനുസരിക്കും, അല്ലെ? അങ്ങനെ രാമനും ലക്ഷ്മണനും തങ്ങളുടെ വില്ലെടുത്ത് എന്ത് ചെയ്തു? വില്ലെടുത്തിട്ട് ഞാണൊലി പുറപ്പെടുവിച്ചു. ആ ശബ്ദം താടക കേട്ടു, അല്ലെ? ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് 8 ദിക്കും പൊട്ടുമാറ ഉച്ചത്തിൽ താടക പാഞ്ഞെടുക്കുകയാണ്, അല്ലെ? അപ്പൊ ആ സമയത്ത് വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും താടക കണ്ടു. ആദ്യത്തെ അമ്പ് ലക്ഷ്മണൻ തൊടുത്ത് അത് അവളുടെ മൂക്കെല്ലാം മൂക്കും ചെവിയും എല്ലാം മുറിച്ചു കളഞ്ഞു. അതിനുശേഷം അവൾ കല്ലുമഴ വർഷിച്ചു. ദേഷ്യത്തിൽ രാമഭഗവാൻ എന്ത് ചെയ്തു? ഗുരുവിൽ നിന്നും അനുവാദം വാങ്ങിയിട്ട് ഭഗവാൻ തന്റെ അമോഘ അസ്ത്രത്താൽ എന്ത് ചെയ്യുക? അവളുടെ നെഞ്ച് തകർത്തിട്ട് താടകയെ വധിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ താടകയുടെ മരണം അവിടെ നടന്നു. അതിനുശേഷം അവിടെ യാഗകർമ്മങ്ങൾ ആരംഭിച്ചു. യാഗകർമ്മങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ വരും? മാരീചനും സുബാഹുവും വരും, അല്ലെ? മാരീചനും സുബാഹുവുമായിട്ട് അങ്ങനെ വരും. അപ്പോ ഇവിടെ താടകയെ വധിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാം കൂടി വന്നിട്ട് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു, അല്ലെ? സന്യാസികളെല്ലാം രാമചന്ദ്ര പ്രഭുവിനെ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? മഹാത്മ്യങ്ങളൊക്കെ പുകഴ്ത്തിപ്പാടി എന്നാ പറയണേ. ഭുവാസരജനീ തത്ര താടകായാവനേ സുഖം മുക്തശാപം വനം തച്ചാ തസ്മിന്നേവ തദാഹനി രമണീയം വിഭ്രാജ യഥാചത്രരിതം വനം. അങ്ങനെ താടക എന്ത് ചെയ്തു? മരണപ്പെട്ടു. അടുത്തത് അസ്ത്രഗ്രാമ പ്രദാനം, അല്ലെ? പരിതുഷ്ടോ അസ്മി ഭദ്രം തേ രാജപുത്ര മഹായശാം പ്രീത്യാ പരമയാ യുക്തോ ദദാമ്യസ്ത്രാണി സർവശാം. അങ്ങനെ തരിശു ഭൂമിയായിട്ട് മാറിയ ആ ഒരു വനം എന്ത് ചെയ്തു? താടകയുടെ വധത്തോട് കൂടിയിട്ട് വീണ്ടും ചൈത്രഭൂമിയായിട്ട് മാറി എന്ന് പറയണേ. അങ്ങനെ താടകയെ വധിച്ചപ്പോ വിശ്വാമിത്രന് സന്തോഷമായി. ഇനി കുറച്ചു ദൂരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമമാണ്, അല്ലെ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ മഹാബലശാലികളായിട്ടുള്ള മാരീചനെയും സുബാഹുവിനെയും നേരിടേണ്ടി വരും, അല്ലെ? അങ്ങനെ വിശ്വാമിത്രൻ പരമപ്രീതനായിട്ട് തന്റെ സർവ്വ അസ്ത്രത്തെയും രാമന് നൽകി എന്നാ പറയുന്നത്. എല്ലാ അസ്ത്രങ്ങളും എന്ത് ചെയ്തു? ശ്രീരാമചന്ദ്രൻ ഭഗവാൻ കൊടുത്തു. അപ്പോ ഈ കൊടുത്ത അസ്ത്രങ്ങളൊന്നും തന്നെ സാധാരണ അസ്ത്രങ്ങളല്ല. 46 ദിവ്യ അസ്ത്രങ്ങൾ എന്നാ പറയുന്നത്, അല്ലെ? സാധാരണ അസ്ത്രങ്ങൾ 46, അതിഘോരായുധങ്ങൾ 8, ഗദകൾ 2, ചക്രം 1. ഇതൊക്കെ തന്നെ ആര് കൊടുത്തതാ? വിശ്വാമിത്ര മഹർഷി കൊടുത്തതാ. ഇപ്പൊ ഈ ആയുധങ്ങളുടെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആയുധങ്ങളൊന്നും സാധാരണ ജനങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സാധാരണക്കാർക്ക് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ ശത്രുവിന് കാണാനായിട്ട് പറ്റില്ല. സെലസ്റ്റിയൽ വെപ്പൺസ് എന്ന് പറയും, അതീന്ദ്രിയമായിട്ടുള്ള ആയുധങ്ങളാണ് ഇതൊക്കെ. നമുക്ക് സാധാരണ കണ്ണുകൾ കൊണ്ടൊന്നും കാണാൻ പറ്റുന്നതല്ല, അല്ലെ? അപ്പോ ഒറ്റ നിമിഷം കൊണ്ട് ഭഗവാൻ ഇതെല്ലാം എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്, ഈ അസ്ത്രവിദ്യകളെല്ലാം സ്വായത്തമാക്കി. ഭഗവാൻ തന്നെയാണല്ലോ, അതുകൊണ്ട് ഭഗവാൻ അതൊന്നും മനസ്സിലാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ട് ഗുരുവിൽ നിന്നും പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എതിരസ്ത്രം ഇതേ അസ്ത്രം അയക്കുന്നെങ്കിൽ അതിനെ എങ്ങനെയാ മടക്കേണ്ടത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ വിശ്വാമിത്ര മഹർഷിയിൽ നിന്ന് പഠിച്ചു. താൻ പഠിച്ച കാര്യങ്ങളെല്ലാം ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, അല്ലെ? അങ്ങനെ കാമാശ്രമത്തിൽ നിന്ന് സിദ്ധാശ്രമത്തിലേക്ക് ആര് പോവുകയാണ്? ശ്രീരാമ ലക്ഷ്മണന്മാര് പോവുക. അങ്ങനെ വിശ്വാമിത്ര മുനി രാമലക്ഷ്മണ സമേതനായിട്ട് സിദ്ധാശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു. അപ്പോ സിദ്ധാശ്രമം എങ്ങനെ ഉണ്ടായി എന്ന് വിശ്വാമിത്ര മുനി വിവരിക്കുന്നതാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. ഇഹ രാമ മഹാബാഹോ വിഷ്ണുർദേവവരപ്രഭു വർഷാണി സുബഹൂനി തദായുഗതാനി ചാം തവ ചരണയോഗാർദ്ധമുവാസാസു മഹാതപാം ഏവ പൂർവാശ്രമോ രാമ വാമനസ്യ മഹാത്മനാം. അനേകം യുഗങ്ങളിൽ കശ്യപ പ്രജാപതി അതിഥി ദേവിയൊക്കെ തപസ് ചെയ്ത സ്ഥലമാണ് ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെ? അപ്പോ ഈ സിദ്ധവനത്തിൽ വന്നിട്ട് ഏത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിനൊരു കർമ്മഫലം ഉണ്ടാവും എന്നിവിടെ ആര് പറയാ? വിശ്വാമിത്ര മഹർഷി പറയാ. അപ്പൊ ഒരിക്കല് അതിശക്തനായിട്ടുള്ള മഹാബലി, അദ്ദേഹം ധർമ്മനിഷ്ഠയിൽ ജഗത് പ്രശസ്തനാണ്, അല്ലെ? അസുര ചക്രവർത്തിയാണ് മഹാബലി എന്ന് പറയുന്നത്. അങ്ങനെ ആ പരമഭക്തനായിട്ടുള്ള വ്യക്തി, അല്ലെ, ഇന്ദ്രനെ ഓടിച്ച് ത്രിലോകങ്ങളുടെ എല്ലാം അധിപതിയായിട്ട് ബലി മഹാരാജാവ് ലോകം ഭരിക്കുന്ന കാലം. അപ്പൊ ഇന്ദ്രനില്ലാതെ ഇരുന്ന സമയത്ത് പിതാവായ കശ്യപ പ്രജാപതിയിലും
മാതാവായ അതിഥി മാതാവും കഠോരമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചു. അതിന് സംപ്രീതനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചതുർഭുജ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്നത്. ഏത് അവതാരം പറയുന്നത് അവിടെ? വാമനാവതാരം, അല്ലെ? അപ്പൊ അവതാരത്തെ കുറിച്ചിട്ടാ പറയുന്നത്. അപ്പോ അങ്ങയെ പോലെ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, അല്ലെ, എന്നെ പോലെ ഒരു പുത്രൻ ഉണ്ടാവാൻ പറ്റില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ തന്നെ പുത്രനായിട്ട് വന്ന് അവതരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാമനനായിട്ട് അവതരിക്കുന്നത്. അപ്പോ കശ്യപ പ്രജാപതിക്കൊക്കെ വളരെ സന്തോഷമായി. അങ്ങനെ ഓരോ ദേവന്മാരും വാമനമൂർത്തിക്ക് പല പല സമ്മാനങ്ങൾ കൊടുത്തു ജനിക്കുന്ന സമയത്ത്. അപ്പോ നമ്മൾക്കറിയാം, ചന്ദ്രൻ എന്താണ്? ബ്രഹ്മചാരിയുടെ ദണ്ട് കൊടുക്കും, ആകാശം കുട കൊടുക്കും, സമുദ്രദേവത മന്ത്രം കൊടുക്കും, ഭൂമി മാൻതോല് കൊടുക്കും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ തന്നെ വാമനമൂർത്തിക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെ? വാമനം രൂപമാസായ വൈരോചരിമുപാഗമത് അങ്ങനെ ബലി നർമ്മദാ നദിയുടെ തീരത്ത് ഒരു വലിയ യജ്ഞമൊക്കെ നടത്തി. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് ഏത് കഥകൾ നേരത്തെ പറഞ്ഞു, അല്ലെ? ഒരു മുഴം മുമ്പേ നമ്മൾ എറിഞ്ഞപ്പോ പറഞ്ഞു, വാമനദേവൻ ഭൂമി അളന്നെടുക്കുന്നതും അങ്ങനെ അവിടെ വിഷ്ണുപാതി വരുന്നതും അതിനുശേഷം സാഗര രാജാവിന്റെ കഥ പറയുന്നതും ഭഗീരഥനിലൂടെ ഭഗീരഥിയായിട്ട് ഗംഗാനദിയായിട്ട് ജാനവിയായിട്ട് ഗംഗയുടെ ഉത്ഭവവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ എന്താണ് നമ്മൾ ഇതിന്റെ ഭാഗത്ത് കൂടിയിട്ടാണ് പറഞ്ഞു പോയത്, അല്ലെ? അപ്പോ ഈ കഥയെല്ലാം തന്നെ വാൽമീകി വസിഷ്ഠ മുനി വിശ്വാമിത്ര മുനി ആർക്ക് പറഞ്ഞു കൊടുക്കുക? ശ്രീരാമചന്ദ്ര ഭഗവാന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം കേട്ടതിന് ശേഷം എന്ത് ചെയ്തു? സിദ്ധാശ്രമമെല്ലാം കഴിഞ്ഞിട്ട് ഇവര് എന്ത് ചെയ്യാണ്? ശ്രീരാമ ലക്ഷ്മണന്മാര് ഇവിടേക്ക് പോകും, തിരിച്ചു പോകുന്ന കാര്യമാണ് എന്ത് ചെയ്യാം ഇനി പറയുന്നത്. അപ്പോ ഈശ്വരനിലേക്ക് ഒരു ഗുരുവിന്റെ കടമ എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനിലേക്ക്, ഭഗവാനിലേക്ക് തന്റെ ശിഷ്യന്മാരെ അടുപ്പിക്കുക എന്ന് പറയുന്നതാണ് ഒരു ആധ്യാത്മിക ഗുരുവിന്റെ കടമ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും തന്നെ ആധ്യാത്മിക ഗുരുവിന്റെ കടമ എന്താ? യഥാർത്ഥത്തിൽ ആധ്യാത്മിക ഗുരുവിന്റെ കടമ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ ജീവിക്കുമ്പോ അല്ലെങ്കിൽ ജനിക്കുമ്പോ നമ്മൾ പറയും ഇതൊരു സംസാര സാഗരമാണ് എന്നാ പറയുന്നത്, അല്ലെ? സംസാര സാഗരം, ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു വലിയ സമുദ്രം പോലെയാണ്. ഈ സമുദ്രം എന്ന് പറയുന്നത് ക്ലേശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാ ഈ സംസാര സാഗരം. ഇത് കടന്നു പോകണമെങ്കിൽ നീന്തൽ അറിയാതെ പറ്റും? നീന്തൽ പഠിപ്പിക്കാൻ പറ്റുന്നവരുണ്ടോ? ഇല്ല. അപ്പോ അങ്ങനെ ഒരു ആധ്യാത്മിക ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ സംസാര സാഗരം എന്ന് പറയുന്നത് കാളക്കുളമ്പടിയിൽ കിടക്കുന്ന വെള്ളത്തെ പോലെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, അല്ലെ? അപ്പൊ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാല് ഈ ഭൗതികതയാകുന്ന ഈ സംസാരത്തെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാളക്കുളമ്പടിയിലേക്ക് വെള്ളം പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ മറികടന്ന് പോകുവാനായിട്ട് സാധിക്കും എന്നാ പറയുന്നത്. അപ്പൊ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശാനുസരണം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സേവിക്കണം എന്നാ പറയുന്നത്. അങ്ങനെ വിശ്വാമിത്ര മുനി യാഗം ആരംഭിച്ചു, അല്ലെ? വിശ്വാമിത്രേണ സഹിതാ അല്ലെ? അപ്പോ ദർഭ, ചമസ്, ശ്രൂക്ക്, അല്ലെ? നെയ്യ് കോരി ഒഴിക്കുന്ന സാധനം, അല്ലെ? പൂക്കള്, ചമത എല്ലാം വെച്ചിട്ട് മന്ത്രോച്ചാരണത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? അവിടെ യാഗം ആരംഭിച്ചു, അല്ലെ? അപ്പോ ആ യാഗം ആരംഭിക്കുന്ന സമയത്ത് ഭയാനകമായ ഒരു ശബ്ദം ആകാശത്ത് നിന്നും 8 ദിക്കും പൊട്ടുമാർ എന്ത് ചെയ്യാം ഉയർന്നു വന്നു. ആരൊക്കെയാ അത്? മാരീച്ചനും സുബാഹുവും അനുചരന്മാരും എല്ലാ പേരും കൂടിയിട്ട് വരിക, അല്ലെ? അത് വലിയ ശങ്ക ജനിപ്പിക്കുമാർ വൻപടയോട് കൂടിയിട്ട് രക്തവും മാംസവും എല്ലാം ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാ വരിക. ആ സമയത്ത് സുബാഹുവിന് മൂത്രശങ്ക ഉണ്ടായി എന്നാ പറയണം. എന്തിനു വേണ്ടിയിട്ടാ? യജ്ഞകുണ്ടത്തിൽ വന്നിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ യജ്ഞത്തിൽ മൂത്രം ഒഴിക്കാനായിട്ട് സുബാഹു വരുന്നു. എല്ലാം യജ്ഞത്തിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. ഇത് കണ്ട ഭഗവാന് ശ്രീരാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞു, ദാ കണ്ടില്ലേ, അല്ലെ? രാക്ഷസന്മാര് ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവന്മാരാ. ഭഗവാൻ തന്റെ മാനവാസ്ത്രം തൊടുത്തിട്ട്, അല്ലെ? തന്റെ മാനവാസ്ത്രം എടുത്തു തൊടുത്തു. രാമബാണത്തിന്റെ കാറ്റേറ്റിട്ട് എന്ത് ചെയ്തു? മാരീചൻ പറന്ന് 100 യോജന പോയി കടലിൽ വീണു എന്നാ പറയണേ. ആരെ? മാരീചൻ, അല്ലെ? അസ്ത്രത്തിന്റെ കാറ്റടിച്ചതേ ഉള്ളൂ. അവിടെ നിന്ന് പറന്നു പോയി 100 യോജന അകലെ പോയിട്ട് എന്ത് ചെയ്തു? കടലിൽ വീണു. മാരീചന് പെട്ടെന്ന് പേടിയായിട്ട് എണീച്ചിട്ട് എന്ത് ചെയ്തു? സന്യാസ വേഷമൊക്കെ സ്വീകരിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് പോയി? നല്ലവനായിട്ട് ജീവിക്കാനായിട്ട് പോയി. ആര്? മാരീചൻ. ഈ മാരീചൻ ഇനി എവിടെയാ രംഗപ്രവേശം ചെയ്യുന്നത്? മാനായിട്ട് വരും. വരാൻ താല്പര്യം ഉണ്ടായിരുന്നോ മാരീചന്? ഇല്ല, അല്ലെ? ലക്ഷ്മണൻ രാവണനോട് പറയും, നീ കാണിക്കുന്ന മണ്ടത്തരവാ, ഇത് ശ്രീരാമനാണ്, പണ്ട് എനിക്കൊരു അടി കിട്ടിയതാ, ഇതെല്ലാം പറയും, അല്ലെ?
അപ്പൊ മാരീചൻ നല്ല കുട്ടിയായിട്ട് വളരാനായിട്ട് തുടങ്ങി അല്ലെ. അപ്പൊ ഇത് ഈ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മണൻ എന്താ ചെയ്തേ? ഹിത്തിക്കോ ലക്ഷ്മണം ചാശു ലാഘവം ദശയന്നിവാം സംഗൃഹ്യ സമൂഹ ചാപം ആഗ്നേയം രഘുനന്ദനം സുബാഹൂരസി ചിക്ഷേപാ സവിദ്ധാ പ്രാപദദ്ഭുവീം ശേഷാൻ വായവ്യമാദായ നിജഘാനമഹായശാം കൃഷിഭി പൂജിതസ്തത്രായതേന്ദ്രോ വിജയീപുരാം അദയജ്ഞേ സമാപ്തേ തു വിശ്വാമിത്രോ മഹാമുനി നിരീഹിതാദിശോ ദൃഷ്ട്വാ കാകുൽസ്തമിമം അബ്രവീത് ഹിതാർത്ഥോ അസ്മി മഹാബാഹോ കൃതം ഗുരുവദനസ്ത്വയാ. അങ്ങനെ അടുത്തതായിട്ട് ആഗ്നേയാസ്ത്രം ഭഗവാൻ എടുത്തിട്ട് സുബാഹുവിന്റെ നേരെ വിട്ടു അല്ലെ. സുബാഹുവിന്റെ നെഞ്ച് പിളർന്നു പോയി. അതിഘോരമായ ശബ്ദത്തിൽ സുബാഹു എന്ത് ചെയ്യാം? അവിടെ മരിച്ചു വീണു. അടുത്തതായിട്ട് വായവ്യാസ്ത്രം ഒരൊറ്റ ബാണം കൊണ്ട് അവിടെ വന്ന സമ്പൂർണ്ണ രാക്ഷസന്മാരെയും ആര് വധിച്ചു? ശ്രീരാമചന്ദ്രമൂർത്തി വധിച്ചു. അങ്ങനെ വിശ്വാമിത്ര മുനിക്ക് ഭയങ്കര സന്തോഷമായി അല്ലെ. ഗുരു പറയുന്നത് അതുപോലെ കേട്ടു എന്ന് പറഞ്ഞ് വിശ്വാമിത്രനെ എന്ത് ചെയ്തു? വിശ്വാമിത്രൻ എന്ത് ചെയ്തു? രാമനെ അനുഗ്രഹിച്ചു അല്ലെ. ഗുരു പറഞ്ഞത് എന്തോ അത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ രാമൻ എന്ത് ചെയ്യാണ്? അനുഗ്രഹിച്ച് അവിടെ നിന്നിട്ട് സിദ്ധാശ്രമത്തിൽ നിന്ന് വീണ്ടും എവിടേക്ക്? അയോധ്യയിലേക്ക് യാത്രയാവുകയാണ്. ആര് ചെയ്യുന്നത്? ശ്രീരാമചന്ദ്ര ഭഗവാൻ ചെയ്യുന്നത്. അപ്പോ ബാലകാന്ഡത്തിന്റെ ആ ഒരു ബാലലീലകളൊക്കെ തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനിടയിൽ ഒരുപാട് കഥാവിശേഷങ്ങളുണ്ട്. പക്ഷെ നമുക്ക് 3 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ഈ ഒരു കഥാരൂപത്തോട് കൂടിയിട്ട് നമുക്ക് ബാലകാന്ഡം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം.